വേദിയാണത്. ആ വേദി കൃത്യമായിട്ട് വായനക്കാരിലേക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ, അവരെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, ലോയൽ റീഡേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അവർക്ക് വേണ്ട അറിവുകൾ കൊടുക്കണമെങ്കിൽ, ഇന്റർനാഷണൽ ലെവല്, നാഷണൽ ലെവല്, റീജിയണൽ ലെവല്, ഭാഷാന്തരങ്ങളിൽ ക്രിറ്റിസിസം, എല്ലാത്തിനെയും ചേരുംപടി ചേരുവകൾ ഇങ്ങനെ വെച്ച് നിരത്തിക്കൊണ്ടേയിരിക്കണം. അതിന് നിരന്തരം വിഷയങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. കോളങ്ങൾ, പുതിയ പുതിയ കോളങ്ങൾ തുടങ്ങണം. ആ കോളങ്ങളെല്ലാം തന്നെ പുതിയ കാലത്തെ വായനക്കാരുമായിട്ട്, വായനക്കാരുടെ വയസ്സിൻ്റെ വ്യത്യാസമല്ല കേട്ടോ പുതിയ കാലം എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോൺ യുഗത്തിലാണ് നമ്മൾ പുതിയ കാലത്തെ വായനക്കാരെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കാറ്, ഞങ്ങൾക്ക് അനലിറ്റിക്സിലൊക്കെ എപ്പോഴും വരുന്നത് ഈ ലിറ്റററി ജേർണലിസം പോലുള്ള അല്ലെങ്കിൽ ലിറ്ററേച്ചർ വിങ്ങിലുള്ള വായനക്കാരൊക്കെ വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അക്കാഡമിക്സ് ആയിട്ടുള്ള, ഇതുപോലെ ഈ സാഹിത്യ കുതുകികളായിട്ടുള്ള വായനക്കാരാണ് ഉണ്ടാവുക. ബഹുഭൂരിപക്ഷം പേരും എഴുത്തുകാരുമായിരിക്കും. അപ്പോൾ ഇവരെ ഒന്നും മുറിവേൽപ്പിക്കാതെ, എന്നാൽ ഇവർക്ക് ഏറ്റവും പുതിയ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട്, എന്നാൽ പുതിയ പുതിയ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഒരു സാഹിത്യോത്സവം, ഏത് സാഹിത്യോത്സവം വരുമ്പോൾ അതിൻ്റെ പാനൽ ചർച്ചകളിൽ വരുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ്, ആക്ടിവിസ്റ്റുകൾ നിരന്തരം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇന്ന വിഷയത്തിൽ ഉൾപ്പെട്ട ആൾക്കാർ ഇന്നതിൽ വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു മീഡിയേഷനിലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നന്ന വിയോജിപ്പുണ്ട്. നമ്മൾ ഉടൻ തന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ കഥവിലാശ മാഷേറ്റും സെപ്പി അബൂബക്കർ സാറേറ്റും സച്ചു മാഷൊക്കെ ആയിട്ടൊക്കെ നിരന്തരം ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ വഷളാക്കപ്പെടാതെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇടപെടലുകൾ നടത്തുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾക്ക് എന്താണ് പറയുക, തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഓട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലൈവായിട്ടുള്ള ഒരു സ്ട്രീമിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇഷ്യൂസ്, ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മയോർമ്മകൾ എന്ന് പറയുന്ന ഒരു പങ്ക്തി തുടങ്ങുന്ന സമയത്ത് മരിച്ചുപോയ മലയാളത്തിൻ്റെ മഹത്തായ അമ്മമാരെ, എഴുത്തുകാരികളായ അമ്മമാരെ കടത്തനാട്ട് മാധവിയമ്മ മുതലാണ് അടയാളപ്പെടുത്താൻ തുടങ്ങിയത്. പലമണിയമ്മ മുതൽ മാധവിയമ്മ മുതൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊണ്ടുവരുന്ന സമയത്ത് ഓരോ മക്കളെയും പോയി കണ്ട്, അതായത് ലിറ്ററേച്ചറായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ലോകത്തിൻ്റെ പല കോണിൽ ജീവിക്കുന്ന, ജീവിതത്തിൽ എന്തെന്നറിയാത്ത ഐഡൻറ്റിറ്റി ഇല്ലാതെ പോയിരിക്കുന്ന മക്കൾ അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ച് പറയുമ്പോൾ, മലയാളത്തിൻ്റെ ആദ്യത്തെ തിരക്കഥാകൃത്തായ ലളിതാംബിക അന്തർജനം എങ്ങനെയാണ് തിരക്കഥ എഴുതിയതിനെ കുറിച്ച് മക്കൾ പറയുന്നു. അതേപോലെ മാധവിക്കുട്ടി കമല സുരയ്യായതിനു ശേഷം അവസാനമായിട്ടൊരു തൻ്റെ വളർത്തുമകനായ ഇർഷാദ് അഹമ്മദിനെ കണ്ടുമുട്ടുമ്പോൾ ജയസൂര്യാണ് ഇർഷാദിനോട് പറയുന്നത്, അമ്മ ഏതാണ്ട് അവസാനിക്കാറായി, നിന്നെ വന്ന് കാണണമെന്ന് പറയുന്നത്. ഇർഷാദിനെയും ഇംതിയാസിനെയും, ഇവരെ രണ്ടുപേരെയും, രണ്ട് ഹാഫ് ബ്ലൈൻഡ് ആയിട്ടുള്ള സഹോദരന്മാരായിരുന്നു കമല സുരയ്യയുടെ വളർത്തുമക്കൾ. അവർ രണ്ടുപേരെയും വിളിക്കുമ്പോൾ ഇംതിയാസിനാണ് വരാൻ പറ്റുന്നത്. ഇർഷാദാണ് വരുന്നത്. ഇംതിയാസ് ബാരിസ്റ്റർ ആയിരുന്നു US-ൽ. അത് വിളിക്കുമ്പോൾ കമല സുരയ്യ പറയുന്ന കാര്യങ്ങൾ അത് കവിതയാണ്. ഇതാണ് അമ്മയുടെ അവസാനത്തെ കവിത എന്ന് ഇദ്ദേഹമാണ് തിരിച്ചറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിതയോട് പറയുകയാണ്, അദ്ദേഹം ബ്ലൈൻഡ് ആയതുകൊണ്ട് പറയുകയാണ്, നീ ഇത് ഡിക്റ്റേറ്റ് ചെയ്ത് എൻ്റെ അമ്മയുടെ അവസാനത്തെ കവിതയാണ്. ആ കവിതയാണ് ഇവര് പാളയം പള്ളിയിൽ വെച്ച് അവസാനത്തെ പ്രസ് മീറ്റിൽ കുടുംബത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇർഷാദ് അഹമ്മദ് മാധ്യമങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. ഈ കാര്യങ്ങൾ മുഴുവൻ ആളുകളിലേക്ക് എത്തുന്ന സമയത്ത്, ഇത് വർഷങ്ങൾക്ക് ശേഷമല്ല, ആ പ്രസ് മീറ്റിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മലയാളം മാധ്യമത്തിന് ഇർഷാദ് അയാളുടെ മനസ്സ് തുറക്കുന്നത്. ഈ കാര്യങ്ങളിലേക്ക് മുഴുവൻ നമ്മൾക്ക് എത്തുമ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ മനസ്സെത്തിക്കുക, നമ്മൾ വായനക്കാരെ എത്തിച്ചുകൊണ്ടേയിരിക്കുക. ആ എത്തിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് വന്നു വരുന്ന ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. നല്ലൊരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ കിട്ടുന്നു, നല്ലൊരു സാധനം, നല്ലൊരു ആർട്ടിക്കിൾ കിട്ടുന്നു, അത് നല്ലതായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. ഇതിനൊക്കെ പുറമെ നടക്കുന്ന മറ്റൊരു പ്രക്രിയ എന്ന് പറയുന്നത് നിരന്തരം, അതായത് കഥകളും കവിതകളും വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് കഥകളും കവിതകളും വന്നുകൊണ്ടേയിരിക്കും. ചില കഥകൾ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം വരും. കാരണം വെച്ചാൽ ഒരിക്കൽ പോലും ഞാനൊരു കഥ വായിക്കുന്ന ആളായതുകൊണ്ടും എഴുതാൻ ശ്രമിക്കുന്ന ആളായതുകൊണ്ടും എൻ്റെ ഒന്നും കയ്യിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നന്നാവാത്ത ഒരു തീം എത്ര മനോഹരമായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ള ആ കൗതുകം ആണ് സത്യത്തിൽ ഒരു കഥ സെലക്ട് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കാറ് പലപ്പോഴും. എന്നാൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഉടനടി മറ്റ് എല്ലാ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും സഹപ്രവർത്തകരുടെ വിളി വരും. മറ്റു പ്രസിദ്ധീകരണങ്ങളിലെ സഹപ്രവർത്തകരുടെ വിളി, നീ എന്തുകൊണ്ടാണ് ഇന്നാളുടെ കഥ റിജക്റ്റ് ചെയ്തത്, കവിത റിജക്റ്റ് ചെയ്തത്? 10 മിനിറ്റുള്ളിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതും. ബ്യൂറോക്രസി, ഉദ്യോഗപരിത, എഡിറ്ററുടെ അഹംഭാവത്തിൻ്റെ പിറകിൽ എൻ്റെ സർഗാത്മക ജീവിതം കത്തി നശിച്ചുപോയി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, അതായത് അവനവനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഗിമ്മിക്കുകൾക്കിടയിൽ എവിടെയാണ് ഈ സൃഷ്ടിയുടെ മഹത്വം, അല്ലെങ്കിൽ എന്താണ് ഒരു സ്പാർക്ക്? അപ്പോൾ അതിൽ നിന്നും ഒരു വാക്ക്
എപ്പോഴും നമ്മുടെ ടീമിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു കവിതയാണെങ്കിൽ നിങ്ങൾ കവിത ഒന്ന് വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പുതുമയുള്ള വാക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ വിടരുത് കേട്ടോ. ഒന്നും കൂടെയൊക്കെ നമുക്ക് അവരെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ, നിരന്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നല്ലൊരു കവിതയായി മാറിയേക്കാം എന്നൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ എന്ന് കഴിഞ്ഞാൽ ഇത് പറയുന്ന സമയത്ത് ജമാൽ സാർ പറഞ്ഞതുപോലെ മിസ്റ്റർ ജമാൽ എന്ന് വിളിച്ചതുപോലെ എന്നൊക്കെ അതിലും വലിയ തെറിയൊക്കെ വിളിക്കാറ്. അതൊക്കെ കുറച്ചും കൂടി മാന്യതയുടെ ഭാഷയാണല്ലോ. ഞാനൊക്കെ കുറേ കേട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ആകെ ഉണ്ടായ ഒരു പ്രിവിലേജ് എന്നായിരുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ അത് കൂടുതൽ അതിക്രമിക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഒരു പ്രിവിലേജ് മാത്രമാണ് ഞാൻ അനുഭവിക്കുന്നത് സത്യത്തിൽ. പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ സഹപ്രവർത്തകരാണ്. ഇതിനപ്പുറത്തേക്ക് എഴുത്തു എന്ന് പറയുന്ന ഒരു മേഖല എനിക്കും പരിചയമുള്ളതുകൊണ്ട് ഞാനും ഒരു അത്യാവശ്യം കഥകളൊക്കെ എഴുതുക എന്നുള്ളതിൻ്റെ എനിക്കൊരു ബോധ്യം വരുന്നത് ഷിബു മുഹമ്മദ് ഡേറ്റ് ലൈൻ തരുമ്പോഴാണ്. ഞാൻ അദ്ദേഹത്തോട് അതിന് കടപ്പെട്ടിരിക്കുന്നത് ഷിബു മുഹമ്മദിനാണ്. എൻ്റെ എഡിറ്റർ എന്ന രീതിയിൽ ഞാൻ ഷിബു മുഹമ്മദിനെ എപ്പോഴും കാണാറുണ്ട്. കാരണം വെച്ചാൽ ദേശാഭിമാനിയിലാണ് എൻ്റെ കഥകളൊക്കെ വന്നിരിക്കുന്നത്, മിക്ക നല്ല കഥകളും വന്നിരിക്കുന്നത്. നിരന്തരം ഒരു കഥയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഥ എന്താ ദിവസം തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിമൈൻഡറിലാണ് നമ്മളും കഥകൾ എഴുതുന്നത്. ഇതേപോലെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് സ്ട്രഗിൾ ഉണ്ട്, അതേ ഭാഗത്തു നിന്ന് മറ്റുള്ളവരുടെ ആ ഒരു ക്രിയേറ്റീവ് സ്ട്രഗിളിനെ ഏതെല്ലാം രീതിയിലേക്ക് പ്ലേസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അത് എത്ര റിച്ച് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുള്ള ചില സമയങ്ങളിലൊക്കെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ, ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുകയും എന്നാലും അതൊരു കൊടുത്തേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പൊതുവായ ധാരണയിൽ എത്തുകയും ചെയ്യുന്ന ചില ആർട്ടിക്കിളുകൾ 1-2 ദിവസം കൊണ്ടൊക്കെ ലക്ഷങ്ങൾ വായനയിൽ കടന്നു പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിനൊരു ഗുണം അതാണ്. അനലിറ്റിക്സ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ലക്ഷങ്ങളുടെ വായന മുന്നോട്ട് കടന്നു പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അതങ്ങനെ ഒഴിവാക്കി പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു മാറ്റർ കിട്ടുന്ന സമയത്ത്, ഒരു ആർട്ടിക്കിൾ കിട്ടുന്ന സമയത്ത്, ഒരു ലേഖനം, ഒരു എന്താണെങ്കിലും ശരി കിട്ടുന്ന സമയത്ത് നിരന്തരം അതിൻ്റെ മുകളിൽ ഒരുപാട് സമയം എടുത്ത് ഏറ്റവും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് ഈ ലിറ്റററി ജേർണലിസം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഒരു റിപ്പോർട്ടർ പോലെ അല്ലെങ്കിൽ ഒരു സീരീസ് ചെയ്യുന്നത് പോലെയല്ല, നിരന്തരം അതിൻ്റെ ഓരോ വാക്കിൻ്റെയും പ്രത്യേകിച്ചും തലക്കെട്ടുകളിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കാറ്. പലപ്പോഴും ഇപ്പോഴൊക്കെ ഞാനൊക്കെ എന്തെങ്കിലും ഒരു നല്ലൊരു വാചകങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു വാക്ക് തലക്കെട്ടിലേക്കൊക്കെ കൊണ്ടുവരാനൊരു ശ്രമം നടത്തുന്ന സമയത്ത് കെ സി നാരായണനെ പോലുള്ള ആൾക്കാരെയാണ് ഡിപ്പെൻഡ് ചെയ്യാറ്. ഏത് പാതിരാത്രിക്കും വിളിച്ച് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുക, ആ തലക്കെട്ടൊന്ന് നോക്കാമോ, ഒന്ന് പരിശോധിക്കാമോ, അതിൻ്റെ സാങ്കത്യം, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ മറ്റു മാനങ്ങളെക്കുറിച്ച് എന്തൊക്കെയായിരിക്കും അവസ്ഥ, ഇങ്ങനെ കൊടുക്കാമോ, ഇതെന്ത് ചെയ്യാം എന്നുള്ള നിരന്തരം ലേണിംഗ് ആണിത്. കാരണം വെറ്ററൻസ് നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട്. അവർ ചെയ്ത് വെച്ചു പോയ കാര്യങ്ങൾ അവർ പരിചയപ്പെടുത്തി തന്ന ലിറ്റററി ജേർണലിസത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അതിനെ ഒറ്റപ്പടിയെങ്കിലും ഏതെല്ലാം രീതിയിലേക്ക് മറികടക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ചുള്ള നിരന്തര ആലോചനകളാണ് നമ്മളെ പുതിയ വിഷയങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. അപ്പോൾ ആ വിഷയങ്ങൾക്കിടയിൽ തർക്കങ്ങളുണ്ടാവും, യോജിപ്പുകളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, വിയോജിപ്പുകളുണ്ടാവും, വാക്തർക്കങ്ങളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നിരന്തരമായിട്ടുള്ള ആശയ സംവാദങ്ങളുണ്ടാവും. പിന്നെ ചിലപ്പം നമുക്ക് നോട്ടീസുകൾ നിരന്തരം തുടരെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഇത്തരം ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നിങ്ങൾ അത് ചെയ്തു, നിങ്ങളിത് ചെയ്തു, നിങ്ങൾ അങ്ങനെയാക്കി എന്ന് പറയുന്ന സമയത്തും നമ്മുടെ കണ്ണ് മുഴുവൻ പോവുക അപ്പുറത്തൊരു ജീത്തയിൽ പോകുന്നുണ്ടോ, ഇപ്പുറത്തൊരു എം മുകുന്ദൻ നടന്നു പോകുന്നുണ്ടോ, MT വാസുദേവൻ നായരുടെ അവസാനം പറഞ്ഞ വാക്കെന്തായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അവസാനം സംസാരിച്ചത് എന്തിനെ കുറിച്ചായിരിക്കും, പുതിയതെന്താണ് അവിടുന്ന് കിട്ടാനുള്ളത്, ടി പത്മനാഭൻ സാറെ വിളിച്ചു ചോദിച്ച MT വാസുദേവൻ നായർക്ക് എങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചത് വാർത്തയാക്കണോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സ് പോവുക. അപ്പോൾ അതിൻ്റെതായ രീതിയിലേക്ക് വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ എന്താണ് പറയുക, ഒരു കുക്കറിലിരുന്ന് ഇങ്ങനെ വെന്തുകൊണ്ടേയിരിക്കുകയാണ്. ആ വെന്തിട്ട് അതിൻ്റെ എല്ലാ സ്പൈസസും ഒത്തുചേർന്നിട്ട് വളരെ കറക്റ്റായിട്ടുള്ള നല്ലൊരു ക്രീമായിട്ടുള്ള എന്നാലും അടിയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. ചില സമയത്ത് ചില ആർട്ടിക്കിളിലെ അടിയൊക്കെ കരിഞ്ഞു പോകും. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കോളമിസ്റ്റിനെ കൊണ്ട് നമ്മളെ കോളം ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോളത്തിൽ അത് ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും പോകണം തോന്നുകയും പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്നൊക്കെ എല്ലാ ഗൈഡ് ലൈൻസും കൊടുക്കുകയും അപ്പോൾ എല്ലായിടത്തും പറഞ്ഞു നിങ്ങൾ ഒരിക്കൽ പോലും മാസ്റ്റർ ആവാൻ ശ്രമിക്കരുത്. ഞാൻ നിർബന്ധമായും ഞാൻ മാസ്റ്റർ ആയിരിക്കും. ഈസ് എ റൈറ്റർ, ഐ ആം എഡിറ്റർ. ആ വ്യത്യാസം ഞാൻ എന്തായാലും കാണിച്ചിരിക്കും. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് താഴെയുള്ള ജൂനിയറായ ആളായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ കസേരയിലിരിക്കുകയാണെങ്കിൽ ഞാൻ അയാൾക്ക് അധികാരം സ്ഥാപിച്ചിരിക്കും. അപ്പോൾ തന്നെ എഡിറ്റോറിയലിൽ അറിയായിരുന്നു അത് എന്തായാലും കോളാവും എന്നുള്ളത്. അങ്ങനെ ഒരിക്കൽ ഇതേപോലെ നിർഭാഗ്യവശാൽ ഒരു കോളം വന്നു. ആ ആഴ്ചത്തെ വിഷയം ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, അതില്ലാതെ എങ്ങനെയെങ്കിലും കൊടുക്കാമെന്നുള്ളൊരു രീതിയിലേക്ക് അത് അവിടെ ചർച്ച വരുന്ന അറിയുന്നതാണ്. ഞാൻ എഴുത്തുകാരനെ തന്നെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ ആഴ്ചത്തെ കോളം കൊടുക്കുന്നില്ല, ഈ വിഷയം തന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പ്രശ്നമായി.
കനായി, അപ്പോഴാണ് അവളാര് ഇവളാര് എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ വരിക. പക്ഷേ ഞാനൊക്കെ വളരെ കുറച്ചും കൂടിയൊക്കെ ഒരു സീരിയസ് ആയിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെയാണ് പ്രതീക്ഷിച്ചെങ്കിലും ഒരിക്കൽ കൂടെ ഒന്നുകൂടെ അതിനെക്കുറിച്ച് പരിഗണിക്കാമോ എന്ന ആ പക്വതയാർന്ന എഴുത്തുകാരൻ ചോദിക്കുകയും ഇല്ല, അത് കൊടുക്കുന്നില്ല, ആ വിഷയം ഇവിടെ ഈ ആഴ്ച ചർച്ച ചെയ്യുന്നില്ല, അടുത്ത ആഴ്ച പുതിയ സബ്ജക്റ്റ് തരുമെന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ മറ്റൊരു പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് വിളിക്കുന്നത്. അവന് നിന്റെ ആള് സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഇന്നേ വരെ ഒരാളും നോ പറയാത്തൊരു മനുഷ്യനെ കൊണ്ട് നീ ഒറ്റയടിക്ക് നോ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അത് ഞാൻ പറയുന്നതല്ല, എനിക്ക് എല്ലാ മാസവും EMI ഉണ്ട്, എല്ലാ മാസവും ഹൗസിംഗ് ലോൺ ഉണ്ട്, കാർ ലോൺ ഉണ്ട്. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ കസേര മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എൻ്റെ ആവശ്യമാണ്. ആ കസേരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. എനിക്ക് അതിൽ വേറെ വ്യക്തിപരമായിട്ടൊരു വിയോജിപ്പില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ നമ്മളെ കൊണ്ട് എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ആ സന്ദർഭത്തിൽ ചിലതൊക്കെ വളരെ പ്രശ്നമാകും കേട്ടോ. വളരെ പ്രതിസന്ധിയിൽ പെട്ടിട്ട് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഈ വൈറൽ സ്വഭാവത്തിന് അറിയാലോ, കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. ഇത്തരം പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുമ്പോഴത്തേക്ക് കൂടുതൽ വഷളാവുന്ന കാര്യങ്ങളുണ്ടാവും. എന്നിരുന്നാലും ഇതിനകത്തൊക്കെ ഇരുന്ന് കണ്ട് വളരെ വൈകാരികമായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ വളരെ എന്താണ് പറയുക, ഒരു മൊട്ടുസൂചി കാലിൽ കൂടെ അങ്ങേ ഏറ്റവും കടന്നു ജീവിക്കുന്ന പ്രായോഗികതയിലേക്ക് ഇനിയും എത്താത്ത മനുഷ്യരുടെയൊക്കെ ചില ജീവിത സാഹചര്യങ്ങളെയും അവരുടെ ചില കാഴ്ചപ്പാടുകളെയും അവരെക്കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ അവർക്ക് ഈസിയായിട്ട് റിജക്റ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയും ആ പറച്ചിലിനെ നമ്മൾ അതേപോലെ പകർത്തുകയും ചെയ്തിട്ട് പിറ്റേന്ന് അവർ പത്രസമ്മേളനം വിളിച്ചത് അത് റിജക്റ്റ് ചെയ്യും, ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിതുപോലെ ഫുള്ളി എക്യുപ്ഡ് ആയിരിക്കണം, റെക്കോർഡർ ഉണ്ടായിരിക്കണം, വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ ഉണ്ടായിരിക്കണം, എല്ലാ തെളിവുകളും വെച്ച് സദാ സന്നദ്ധമായി നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ ഇപ്പോഴും നല്ല എല്ലാ കാലവും നമ്മുടെയൊക്കെ സീനിയേഴ്സൊക്കെ നമ്മളോട് പറഞ്ഞു തന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തൊരു മാറ്ററും ഒരു കമ്മ്യൂണിക്കേഷൻ വേയിൽ, ഒരു ഡിസ്കഷൻ വേയിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിർബന്ധമായും അത് എഴുത്തുകാരനെ കാണിച്ച് അത് വായിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു വാക്കോ പ്രസ്താവനയോ നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ആദ്യം ചോദിച്ചു മനസ്സിലാക്കണം. അപ്പം അത് എപ്പോഴും ഞാൻ പാലിക്കാറുണ്ട്. ഒരു അഭിമുഖം എടുക്കുകയാണെങ്കിൽ, ലേഖനം എഴുതുകയാണെങ്കിലും, പറഞ്ഞത് കേട്ട് എഴുതുകയാണെങ്കിലും തിരിച്ചങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഈ പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഇതായിരിക്കും എന്നുകൂടെ ഹിൻഡ് കൊടുത്തിട്ട് അവരെ ഒന്നും കൂടി പുനർചിന്തിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു അരമണിക്കൂറൊക്കെ കൊടുക്കും. ആ അരമണിക്കൂർ സമയമൊക്കെ കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയാൽ തന്നെ അറിയുന്ന കാര്യമായിരിക്കും, വായനാ കമ്മ്യൂണിറ്റികളിൽ ഒരുപാടുണ്ട്. അപ്പം ഈ വിഷയത്തോട് പ്രത്യേകിച്ചും കേരളത്തിലുള്ള മനുഷ്യർക്ക് ഇൻ്റലക്ച്വൽ വേ ഓഫ് തിങ്കിങ്, അതുപോലെ തന്നെ ഈ ഒരു റൈറ്റിംഗ്, എഴുത്ത്, അക്ഷരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു അഭിനിവേശമാണുള്ളത്. അപ്പോൾ അവനവൻ്റെ ഒരു ആത്മപ്രകാശനത്തിന് വേണ്ടി എല്ലാം എഴുതാം, എന്തും എഴുതാം എന്നൊക്കെ ഉള്ളൊരു രീതിയിലേക്കൊക്കെ എഴുതും. ചിലതൊക്കെ നമ്മൾക്ക് തോന്നുകയും ചെയ്യും, എത്രയൊരു കഷ്ടം പിടിച്ചിട്ട് എഴുതുന്ന എഴുത്തുകളൊക്കെ വരും, എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് കിട്ടിയാൽ മതി, ഒരു ലിങ്ക് മാത്രം തന്നാൽ മതി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവരെയൊക്കെ കൺവിൻസ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പകുതി ദിവസം പോകും. നോക്കൂ, നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഇന്ന രീതിയിലാണ്, അത് ഇന്ന രീതിയിലേക്ക് പോയാൽ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന എഴുത്തുകാരൻ എന്ന പുസ്തകത്തിൽ എഴുതിയ അനുഭവത്തിൻ്റെ ഒരു ദോശ മറിച്ചിട്ട ഒരു സാധനമാണ്, അതിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത്. അതേപോലെ ഈഗോ എന്ന് പറയുന്ന, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അപകടം പിടിച്ച ജീവികളോടുള്ള ഒരു കളിയാണിത്. അപ്പം എന്ന് വെച്ചാൽ ഒരു കഥ, നിങ്ങളുടെ ഈ കഥ നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വരും. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് 1 or 2 കാരണമേ നമുക്ക് പ്രകടമായി പറയാൻ പറ്റൂ. അല്ലാത്ത കാരണങ്ങൾ പറയുന്ന സമയത്ത് അത് ഒരു സ്ഥാപനത്തിൻ്റെ പോളിസി ആയിരിക്കില്ല മറ്റൊരു സ്ഥാപനത്തിന്, അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയൽ ബോർഡ് കീപ്പ് ചെയ്യുന്ന പോളിസിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും മറ്റൊരു കമ്പനിയുടെ എഡിറ്റോറിയൽ ബോർഡ് എടുക്കുന്ന തീരുമാനം. അപ്പോൾ അത് പൊതുവായ 1-2 കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ തൃപ്തിയാകാതിരിക്കുമ്പോൾ പിന്നെയാണ് വ്യക്തിപരമായ ആക്രമണങ്ങൾ വരിക. ഇപ്പം അതൊക്കെ ഒരു രസമാണ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമായിരുന്നു, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. നമുക്ക് ഈ പറയുന്നത് പോലെ മറ്റൊരു അപകടം പിടിച്ച ജീവി ഞാനും കൂടി ആയതുകൊണ്ട് എനിക്കൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ വല്ലാതെ തോന്നിയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾ തൊലിക്കൊക്കെ നല്ല കട്ടിയൊക്കെ വെച്ചപ്പോൾ നല്ല വെയിലൊക്കെ കൊണ്ട് എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഒരു രസം പിടിച്ചു തുടങ്ങി. എന്നിരുന്നാലും കാരണം കാണിക്കുന്ന നോട്ടീസുകൾക്കൊന്നും ഒരു കുറവില്ല. പലപ്പോഴും പലതും കയ്യിൽ നിന്നൊക്കെ പോകാറുണ്ട്. ഏറെക്കുറെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇത് 8 വർഷം മുമ്പ് ഞാൻ ഈ വീക്കിലിയിൽ നിന്നും ട്രെയിനിങ് കഴിഞ്ഞിട്ട് 8 വർഷം മുമ്പ് ഡിജിറ്റൽ ഫീൽഡിലേക്ക് എത്തുന്ന സമയത്ത് പ്രമുഖനായിട്ടുള്ളൊരു എഴുത്തുകാരനോട് ഒരൊറ്റ കമൻറ്റ് ഞാൻ ചോദിച്ചു. ഞാനിതൊരു സാധനം എടുക്കാനും ഇതൊന്നും ആരും കാണാൻ പോകുന്നില്ല, എനിക്ക് പത്രത്തിൽ പ്രിന്റിൽ വരുന്നതാണ് താല്പര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു 3 വർഷം മുമ്പ് മുതൽ
അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും എനിക്ക് അയച്ചു തരികയും ഇതിൻ്റെ ഒരു ലിങ്ക് തരുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നിരന്തരം ചെയ്യുന്ന, ഈ മാധ്യമ മേഖലയിൽ തന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന, ലിറ്റററി ജേർണലിസം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നവീകരണത്തിൻ്റെ കൂടി ഭാഗമാണ്. ഇത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രസൻറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. മറ്റുള്ളതെല്ലാം ജമാൽ സാറിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞ, ഷിബു മുഹമ്മദിനെ പോലുള്ള ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആധികാരികതയും കൂടെ അറിയാം. ഞാൻ ലൈവിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ആ ലൈവിൽ നിൽക്കുന്ന സമയത്ത് ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും നമ്മുടെ അനലിറ്റിക്സും വായനക്കാരും ഇൻഫർമേഷൻസും കൂട്ടി കൊണ്ടുവരിക, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക, അതിനൊരു മാനസികമായ സദാ മത്സര തയ്യാറെടുപ്പുകൾ നടത്തുക. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ഡിജിറ്റൽ ലിറ്റററി ജേർണലിസം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ മുതിർന്നവർ പറയട്ടെ.